ഫ്രണ്ട്സ്, നമ്മുടെ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അതായത് AAയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പെർമനൻറ്റ് വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസി ഉണ്ട്. ഇനി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത്തരം ജോബ് അപ്ഡേഷനൊക്കെ ഡെയിലി നമ്മൾ ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ ചാനലിൽ കയറി വീഡിയോസ് ഉള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസെൻ്റായി ചെയ്ത വീഡിയോസ് ഒക്കെ അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ISRയുടെ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് UDC ഒഴിവുകളാണ്. അപ്പോൾ കേരളത്തിലൊക്കെ ഒഴിവുണ്ട്. നിങ്ങൾക്ക് താല്പര്യം വീഡിയോ കാണാം. പക്ഷേ ഈ വീഡിയോ നമുക്ക് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പോൾ അങ്ങനെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെമ്പേഴ്സ് ഓൺലി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസാണ്. മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിലും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം ഓൾറെഡി നമുക്ക് കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് യൂസ് ആകുന്ന രീതിയിൽ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും വീഡിയോ. അപ്പോൾ അങ്ങനെയുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഭാഗമാകാം. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കൂടെ കാണാൻ പറ്റും, എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇതാണ് 12/2026. നിങ്ങൾക്കൂടെ കാണാൻ പറ്റും നിലവിലെ വേക്കൻസി. അതായത് മാനേജർ നിങ്ങൾക്കൂടെ കാണാൻ സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ആ ഒരു 145 വേക്കൻസി ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജനറൽ അതുപോലെ EWS OBC അങ്ങനെയൊക്കെ അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾ PWBD കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് നിശ്ചിതമായുള്ള റിസർവ് വേക്കൻസി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത് മാനേജർ, നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഉണ്ട്. ഇതിൽ 16 വേക്കൻസിയാണ് ടോട്ടൽ. റിസർവ് വേക്കൻസി ഞാൻ റീഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് നോക്കാം. അതുപോലെ ഫൈനാൻസ് ഉണ്ട്, അതിൽ 34 വേക്കൻസിയാണ്. ഇനി അടുത്തത് IT ഉണ്ട് മാനേജർ, ഇതിലേക്ക് നിങ്ങൾക്ക് 5 വേക്കൻസിയാണ്. പക്ഷേ ഇവിടെ ജനറൽ വേക്കൻസി മാത്രമേ IT ഉള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന SC ST OBC EWS കാൻഡിഡേറ്റ്സിനും ഏത് വേക്കൻസിയിലേക്ക് ഈ അൺറിസർവ്ഡ് പോസ്റ്റിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ. അപ്പോൾ നമുക്ക് റിസർവ് വേക്കൻസി ഇല്ലാന്നുള്ളൂ. അപ്പോൾ ഇവിടെ ജനറൽ വേക്കൻസിയാണ്. ജനറൽ വേക്കൻസിയിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. റിസർവ് വേക്കൻസിയിലായിട്ട് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. പിന്നെ മാനേജർ ആർക്കിടെക്ചറാണ്, ഇതിലേക്ക് നിങ്ങൾക്ക് 4 വേക്കൻസി ഉണ്ട്. പിന്നെ മാനേജർ ലോ ഉണ്ട് 2 വേക്കൻസി. മാനേജർ ഫയർ സർവീസസ് 14 വേക്കൻസി. മാനേജർ ഓപ്പറേഷൻസ് 28 വേക്കൻസി. മാനേജർ കൊമേഴ്ഷ്യൽ 9 വേക്കൻസി. അതുപോലെ തന്നെ കോർപ്പറേറ്റ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് സർവീസിൽ 1 വേക്കൻസി. ഇതൊക്കെ മാനേജർ പോസ്റ്റുകളാണ്. പിന്നെ മാനേജർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് 2 വേക്കൻസി. പിന്നെ ഇനി വരുന്നത് സീരിയൽ നമ്പർ 11 വരെ മാനേജർ എന്ന് പറയുന്ന ഫസ്റ്റിക്കാണ്. ഈ സീരിയൽ നമ്പർ 1 to 11 വരെ ഉള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എക്സാമും ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന പോസ്റ്റും കൂടെ കാണാം, എക്സാം മാത്രമാണ്, ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടാവില്ല. ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റാണ് 36 വേക്കൻസി ഉണ്ട്. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫൈനാൻസ് അതുപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് ലോ ഉണ്ട് 6 വേക്കൻസി. ദെൻ ജൂനിയർ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ഇതിൽ 79 വേക്കൻസി ഉണ്ട്. പിന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് സർവേ ആൻഡ് കാർട്ടോഗ്രഫിയാണ്, ഇതിലേക്ക് 8 വേക്കൻസിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടോട്ടൽ വേക്കൻസി വിളിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ആദ്യം 15 മുതൽ അങ്ങോട്ടാണ് പോകുന്നത്. ഏറ്റവും അവസാനത്തെ ഇവിടെ കാണാം 15ാമത്തെ സീരിയൽ നമ്പറാണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ജൂനിയർ എക്സിക്യൂട്ടീവ് സർവേ ആൻഡ് കാർട്ടോഗ്രഫിയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ BE or BTech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട. നിങ്ങൾക്ക് സിവിലിൽ BE or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പെർമനൻറ്റ് വേക്കൻസിയാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് BE or BTech നിർബന്ധമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഇൻ സയൻസ്, അതായത് ജിയോഗ്രഫിയിൽ MSc ജിയോഗ്രഫി കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് ആൻഡ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിലുള്ള PG ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ജിയോ ഇൻഫോമാറ്റിക്സിൽ PG ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ജിയോമാറ്റിക്സിൽ PG ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ യാതൊരുവിധ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് 14ാമത്തേതാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് സയൻസിലുള്ള ബിരുദം. ഓക്കെ, ഗ്രാജുവേറ്റ് ഇൻ സയൻസ് ആണ്. ഓക്കെ, അപ്പോൾ സയൻസിലുള്ള ബിരുദം. ഓക്കെ, സയൻസ് ഏത് സബ്ജക്റ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല, ജസ്റ്റ് BSc ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടത് അത് മാത്രം വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് റെഗുലറായിട്ട് 2 വർഷം ഡ്യൂറേഷനിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന MBA പാട് അതിൻ്റെ കൂടെ വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണ്. അത് നിങ്ങൾക്ക് സബ്ജക്റ്റോ അല്ലെങ്കിൽ ഡിസിപ്ലിൻ അവിടെ ഒരു പ്രശ്നമേ അല്ല. ജസ്റ്റ് നിങ്ങൾ സയൻസ് ഗ്രാജുവേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് 2 ഇയർ ഡ്യൂറേഷനുള്ള ഫുൾ ടൈം MBA ചെയ്തിരിക്കണം എന്നുള്ളതാണ്. MBA ഇന്ന സബ്ജക്റ്റ് സ്പെഷ്യലൈസേഷൻ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ MBA ചെയ്ത ഉദ്യോഗാർത്ഥികളായിരിക്കണം, MBA ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അത് വെച്ചിട്ട് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരു എക്സ്പീരിയൻസും വേണ്ട. ഇനി അതിന് പകരമായിട്ട് നിങ്ങൾക്ക് റെഗുലറായിട്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്നീ ഡിസിപ്ലിനിൽ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് BE
ഇയർ ബി ടെക് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ബി ഇയർ ബി ടെക് ഉള്ള ഉദ്യോഗാർത്ഥികളാണോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 14 ഇതിൽ അത്യാവശ്യം വേക്കൻസിയും കാര്യങ്ങളും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അവിടെ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഇന്നത് വേണമെന്നൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ എഞ്ചിനീയറിംഗ് ബിരുദധാരികളായിരിക്കുക എന്നുള്ളതാണ്. അത് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് BE കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, BTech കഴിഞ്ഞവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് യാതൊരു എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ജൂനിയർ എക്സിക്യൂട്ടീവ് ലോ ആണ്. ലോയിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഒന്നെങ്കിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം 3 ഇയർ ഡ്യൂറേഷനുള്ള രീതിയിൽ ഈ പറയുന്ന നിയമത്തിലുള്ള ബിരുദം കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് 5 വർഷം ഡ്യൂറേഷനിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നിങ്ങൾ LLB നിങ്ങൾ ഈ പറയുന്ന നിയമത്തിലുള്ള ബിരുദം നേടിയവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഡ്വക്കേറ്റ് ആയിട്ട് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നമുക്ക് എൻറോൾ ചെയ്യാനുള്ള ആ ഒരു എലിജിബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കാനുള്ള കണ്ടീഷനാണ്. ഇവിടെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, അതൊരു എക്സ്പീരിയൻസും വേണ്ട. ഇനി അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് നമുക്ക് ഫൈനാൻസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന MBA കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് അവിടെ കാണാൻ പറ്റും, ഫൈനാൻസിൽ. ഓക്കെ, ഫൈനാൻസിൽ സ്പെഷ്യലൈസേഷനോടുകൂടി MBA ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് PG ഡിപ്ലോമ മാനേജ്മെൻറ്റിൽ PG ഡിപ്ലോമ ഇൻ മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിൽ PG ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഫൈനാൻസ് തന്നെ ആയിരിക്കണം. ഇനി അതല്ലെങ്കിൽ CA കഴിഞ്ഞവരാണെങ്കിലോ, അതായത് കോസ്റ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അതല്ലെങ്കിൽ ചാർട്ടേഡ് ഫൈനാൻഷ്യൽ അനലിസ്റ്റോ ഈ പറയുന്ന ഏതെങ്കിലും കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സീരിയൽ നമ്പർ 11 മുതൽ അങ്ങോട്ട് നമുക്ക് എക്സ്പീരിയൻസ് വേണം. മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം നമ്മൾ എടുക്കുന്നില്ല, കാരണം നമ്മുടെ വിദ്യാർത്ഥികൾ അധികവും ഫ്രഷേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് വ്യൂസൊക്കെ കൂടുതൽ. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്, പറയാം കേട്ടോ. 3 ഇയർ എക്സ്പീരിയൻസ് അത് പ്രൈവറ്റ് സെക്ടർ ആണെങ്കിൽ വലിയ കമ്പനികളായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ചെറിയ കമ്പനികളിലൊന്നും നമുക്ക് പോരാ. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. 3 ഇയർ എക്സ്പീരിയൻസ് വേണം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് പിന്നെ പല ഡിസിപ്ലിൻ, സിവിൽ, ഇലക്ട്രിക്കൽ, അങ്ങനെ പറഞ്ഞ പലതും ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ നോക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഇനി താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട പെർസെൻറ്റേജ് ഓഫ് മാർക്ക് എന്നാൽ ജസ്റ്റ് മിനിമം പാസ് മാർക്ക് മതി. അതല്ലാതെ 50%, 60% അങ്ങനെ ഒരു കണ്ടീഷനും ഇല്ല. ജസ്റ്റ് പാസ് മാർക്ക് മതി എന്നുള്ളതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ. ഏജ് ലിമിറ്റ് നിങ്ങൾ മാനേജർ പോസ്റ്റിലേക്ക്, അതായത് എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റിലേക്കാണെങ്കിൽ 32 ഏജ് ആണ് മാക്സിമം, 7/9/2026 കണക്കാക്കിയിട്ട്. എന്നാൽ ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ 27 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, 7/9/2026 കണക്കാക്കിയിട്ട്. അപ്പോൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. OBC NC ആണെങ്കിൽ 3 വർഷം, ദെൻ ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ 10 വർഷം ഏജ് റിലാക്സേഷൻ. പിന്നെ എക്സ് സർവീസ്മാനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ആവുന്ന ഡേറ്റ് 8/8/2026 ആണ്. ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഡേറ്റ് 22/7/2026 ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് ഓപ്പൺ ആയിട്ടില്ല. നമുക്ക് August 8-നാണ് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ആകുക. അപ്പോൾ ഞാൻ എവിടെയാണ് ലിങ്ക് അവൈലബിൾ ആകുന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കാം. സ്കിപ്പ് ചെയ്യേണ്ട. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 7/9/2026 ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് പേ സ്കെയിൽ ഇപ്പം മാനേജർ പോസ്റ്റിലേക്കാണെങ്കിൽ ഗ്രൂപ്പ് A നിങ്ങൾക്കൂടെ കാണാം E3 ആണ്. മറ്റേത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ് B E1 ആണ്. അപ്പോൾ E1 ആണെങ്കിൽ 40,000 to 1,40,000 ആണ്. അപ്പോൾ ഇതിൽ അത് കൂടാതെ നിങ്ങൾക്ക് മറ്റു ബേസിക് പേക്ക് പുറമെ DHR അങ്ങനെ തുടങ്ങിയുള്ള മറ്റു അലവൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്കെയിലും അതുപോലെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഈ പോസ്റ്റിനുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ കൂട്ടുകാരുണ്ട്, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിലേക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഫീ ഒക്കെ അടയ്ക്കണം കേട്ടോ. ഓക്കെ, ഒന്നിലധികം അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും എല്ലാ പോസ്റ്റിനും. അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് മാർക്കൊന്നും തന്നെ ഉണ്ടായില്ല. റോങ് ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, റോങ് ആൻസർ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക എന്നുള്ളതാണ് കോൺഫിഡൻ്റ് ആയിട്ട്, നെഗറ്റീവ് പിടിക്കില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടെസ്റ്റ് നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരിക ചെയ്യുക. 1 to 11 വരെയുള്ള പോസ്റ്റിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അല്ലാത്ത പോസ്റ്റിനൊന്നും ഇൻ്റർവ്യൂ ഉണ്ടായില്ല. അതായത് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിനൊന്നും ഇൻ്റർവ്യൂ ഉണ്ടാവില്ല, എക്സാം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ മാനേജർ എയർപോർട്ട് ഓപ്പറേഷൻ അതുപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എയർപോർട്ട് ഓപ്പറേഷൻ നമ്മൾ ആ പോസ്റ്റില്ലേ അതിലേക്ക് നിങ്ങൾക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോസ്റ്റില്ലേ ജൂനിയർ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് അറിയില്ല, ആ പോസ്റ്റിലേക്കും അതുപോലെ മാനേജർ എയർപോർട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും നമുക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് നിർബന്ധമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന മാനേജർ ഫയർ സർവീസിലേക്കൊക്കെ ലൈസൻസ് വേണം. പിന്നെ ഹെവി പിന്നീട് എടുത്താലും മതി. അപ്പോൾ അങ്ങനെയുള്ള അത് പിന്നെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനായതുകൊണ്ടാണ്
നമ്മളത് സ്കിപ്പ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ അതൊക്കെ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോഗ്രാഫിൻ്റെ ഒക്കെ ഡയമെൻഷൻ ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. പിന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇവിടെ അതിൻ്റെ മാതൃക കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു വൈറ്റ് പേപ്പറിൽ ചെയ്താൽ ഇവിടെ നിങ്ങളുടെ പേര് ചെയ്താൽ ഇതേപോലെ ഇതിൽ മാറ്റം വരുത്തുന്നത് സ്കാൻ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണം. നമ്മൾ ഓൺലൈനായിട്ട് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും, അതിൽ കോൺടാക്ട് ചെയ്യാം. അപേക്ഷാ ഫീസ് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്, 1000 രൂപയാണ് വരുന്നത്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിന് അതുപോലെ PWD ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾക്കൊന്നും യാതൊരു ഫീസും കൊടുക്കേണ്ട. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും യാതൊരു ഫീസും കൊടുക്കണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഇവിടെ അപ്രൻറ്റീഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ, AI ബന്ധപ്പെട്ട് നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ട്, അവർക്കും യാതൊരുവിധ ഫീസും കൊടുക്കേണ്ടതില്ല കേട്ടോ. ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മളതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ SC/ST OBC അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ റിസർവ്ഡ് വാക്കൻസിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവർ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് ഇറങ്ങി കാറ്റഗറി സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, വാലിഡ് ആയിട്ടുള്ള. ഇനി ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, അത് ഈ പറയുന്ന പോസ്റ്റിന് മാത്രം. അതായത് ഫയർ സർവീസിലേക്കാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എക്സ്പീരിയൻസ് വേണം. മാനേജർ ഫയർ സർവീസ് ഇല്ലേ, അതിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ ചെക്ക് ചെയ്ത് എന്നിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു എന്നുള്ള ആരെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫയർ സർവീസിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രം കേട്ടോ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ നോട്ടിഫിക്കേഷനും അതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും ഒക്കെ വരുന്നത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് AI റിക്രൂട്ട്മെൻറ്റ് ആയിട്ട് കാണാം. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ ലാസ്റ്റ് ഡേറ്റ് കൊടുക്കുന്നുണ്ട് സെപ്റ്റംബർ 7 വരെ നിങ്ങൾക്ക് സമയമുണ്ട് കേട്ടോ അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടില്ല, അപ്ലൈ ചെയ്യാൻ ഓൺലൈൻ അപേക്ഷയുടെ ലിങ്ക് ഓപ്പൺ ആയിട്ടില്ല. അത് ഓപ്പൺ ആകുന്നത് 8/8/2026 അപ്പോൾ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഡീറ്റെയിൽസ് ഒക്കെ വായിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും താഴെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്ലിക്കേഷൻ ഫോം 8/8/2026 എന്ന് പറയുന്ന ഡേറ്റിൽ നമ്മളിവിടെ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു.